ബോട്ട് യാത്രകളെ സ്നേഹിച്ച ഒരാളുടെ കഥയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഒരു രാത്രിയിൽ ബോട്ടിൽ പോകുമ്പോൾ എതിർവശത്തു നിന്ന് ഒരു ബോട്ട് വരുന്നു. അത് നോക്കിയപ്പോൾ അദ്ദേഹം മനസ്സിലായി ആ ബോട്ട് തൻ്റെ നേരെ തന്നെയാണ് വരുന്നതെന്ന്. അപ്പോൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ഹലോ, ശ്രദ്ധിച്ച് ഓടിക്കൂ, അല്ലെങ്കിൽ ബോട്ടുകൾ തമ്മിൽ കൂട്ടിയിടിക്കും. അദ്ദേഹം അക്ഷോഭ്യനായി ശാന്തനായിട്ട് തന്നെയാണിത് പറഞ്ഞത്. പക്ഷേ ആ വരുന്ന ബോട്ട് ദിശ മാറ്റാൻ തയ്യാറായില്ല. ബോട്ട് പിന്നെയും തനിക്ക് നേരെ വരുന്ന കണ്ടപ്പോൾ അയാൾക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ വന്നു. കൺട്രോൾ പോയി. മാറിപ്പോ എന്ന് അയാൾ ഉറക്ക വിളിച്ചു കൂവി. അതുകൊണ്ടും ഒരു പ്രയോജനം ഉണ്ടായില്ല. ബോട്ടുകൾ കൂട്ടിയിടിച്ചു. അയാൾ ചാടി മറ്റേ ബോട്ടിലേക്ക് കയറി. ബോട്ട് ഓടിച്ച ആളോട് തൻ്റെ ദേഷ്യം മുഴുവൻ തീർക്കാൻ അയാൾ അങ്ങോട്ട് കയറി ചെന്നു. അപ്പോഴാണ് അയാൾക്ക് ഒരു കാര്യം മനസ്സിലായത്. ആ ബോട്ടിൽ ആളെ ഉണ്ടായിരുന്നില്ല. തനിയെ കാറ്റിൽ ഒഴുകിയായിരുന്ന ബോട്ടായിരുന്നു അത്. ആ നിമിഷം അയാളുടെ ദേഷ്യമെല്ലാം പമ്പയും കല്ലടയാറും കടന്നുപോയി. ആളില്ലാതെ ഒഴുകിയ ബോട്ടിന് നേരെ അലറി വിളിച്ച താൻ എന്തൊരു വിട്ടിയാണെന്നോർത്ത് അയാൾക്ക് വല്ലാത്ത ചിരി പൊട്ടി. അയാളുടെ ബോട്ട് തകർന്നുപോയി. പക്ഷേ ആ സാഹചര്യത്തിലുള്ള നമ്മുടെ കഥാനായകന്റെ സമീപനം തന്നെ മാറി. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കാം. എടുത്തു ചാടാതെ കാര്യങ്ങളെ മനസ്സിലാക്കി പ്രതികരിച്ചാൽ കുറേ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. ആളില്ലാത്ത ബോട്ടിൽ പോയി ഇടിച്ചത് തൻ്റെ ബോട്ട് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ച് പ്രവർത്തിക്കണം എന്നൊരു നല്ല ചിന്തയോടെ നമുക്ക് ഇന്നത്തെ മോർണിംഗ് ഷോ തുടങ്ങാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.